ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കാവ്യ എഴുതിയിരിക്കുന്നതിന് മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് കാവ്യ, 26 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞു മാഡം. എൻ്റെ അമ്മായിയാണ് ഈ ആലോചന കൊണ്ടുവന്നത്. അതിനു മുമ്പ് ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ പഠിക്കാൻ ആവറേജ് ഒരാളായിരുന്നു. പിന്നെ സൗന്ദര്യത്തിലും എൻ്റെ അപ്പിയറൻസിലുമൊക്കെ ശ്രദ്ധിച്ച് നടക്കുന്ന കുറച്ച് മോഡേണായ ഒരു സ്ത്രീയാണ് ഞാൻ. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പല ആൺകുട്ടികൾക്കും ഞാനൊരു ഹരമായിരുന്നു. ഞാനത് ആസ്വദിച്ചിട്ടുമുണ്ട്. എന്ന് വെച്ചിട്ട് കറങ്ങി നടക്കാനുള്ള വലിയ അവസരങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം കോളേജിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കും. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ പമ്മി നടന്നെന്ന് പറയാം. എന്നാലും പ്രേമമൊക്കെ ചെറുതായിട്ട് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ആഗ്രഹങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ സാധിച്ചത് കടുകുമണിയോളം. അത്രയ്ക്ക് ധൈര്യമില്ലായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ്, അതായത് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഞാൻ 1 വർഷത്തെ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തു. PGക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പോയാലും ചിലപ്പോൾ ഞാൻ ജയിക്കില്ല. അതുകൊണ്ട് ആ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ കൊള്ളാം എന്നൊരാഗ്രഹം വന്നു. പക്ഷേ ഞാൻ പലയിടത്തും പോയി കഴിഞ്ഞപ്പോഴേക്കും ശമ്പളം തീരെ കുറച്ചാണ് പറഞ്ഞത്. ഒരിടത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് ചെറിയൊരു സ്ഥാപനമാണ്. ഈ കെട്ടിടത്തിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ വരയ്ക്കുന്ന ഒരു സ്ഥാപനം. അവിടെ ഫീമെയിൽ സ്റ്റാഫ് ഒന്നുമില്ല, മെയിൽ സ്റ്റാഫുകളാണ് കൂടുതലും. ഒരു ഫീമെയിൽ സ്റ്റാഫിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അത്തരം കാര്യങ്ങളിൽ പരിചയമുണ്ടോ, ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെ പുള്ളി ചോദിച്ചു. എനിക്ക് അത്തരം കാര്യങ്ങൾ അറിയാം മാഡം. അപ്പോൾ ഞാൻ പുള്ളിയെ ഒന്ന് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, തന്നെ ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യാം, 18,000 രൂപയും തരാം എന്ന് പറഞ്ഞു. എനിക്ക് അയാളുടെ ആ ഒരു പറച്ചിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാര്യം വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ദൂരമേ ഉള്ളൂ. ഏകദേശം 6 മണി വരെ ഇരിക്കണം, 10 മണി തൊട്ട്, അത്രേ ഉള്ളൂ. ഇരുന്ന് ജോലി ചെയ്താൽ മതി. പിന്നെ അയാളെ എനിക്കെന്തോ ഒരു പ്രത്യേക ഇംപ്രഷൻ തോന്നി. 40-48 വയസ്സുള്ള ഒരാളാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അത്രയും പ്രായം പറയുകയില്ല. വെളുത്ത് തുടുത്ത് പ്രൗഢഗംഭീരനായ ഒരു മനുഷ്യൻ. അങ്ങേർ ശരീരം നന്നായി മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് ഏതൊരു സ്ത്രീയുടെയും കനവിലെ ഒരു ഭർത്താവ് അല്ലെങ്കിൽ കനവിലൊരു പുരുഷൻ എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. എനിക്ക് അയാളോട് നല്ല ഇംപ്രഷൻ തോന്നി. കാര്യം നല്ലൊരു പെർഫെക്റ്റ് ഹസ്ബൻഡ് മെറ്റീരിയലാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് യൗവനം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏതൊരാളോടും സൗന്ദര്യം കൊണ്ട് നമുക്ക് ആദ്യം അട്രാക്ഷൻ തോന്നില്ലേ, അതെനിക്ക് തോന്നി. അയാൾക്ക് എന്നോട് തോന്നിക്കാണും. 2ാമത്തെ ദിവസം അയാൾ എന്നോട് വിളിച്ചു ചോദിച്ചു, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കുമോയെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന്. തന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നി. ഈ ഒരു ഫീൽഡിൽ നല്ല പരിചയമുള്ള ഒത്തിരി ആൾക്കാർ വന്നിരുന്നു. എങ്കിലും തനിക്കൊരു അവസരം തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. സാലറി ഇത്രയേ ഉള്ളൂ, പക്ഷേ അതല്ലാതെ ഞാൻ പലപ്പോഴും പലതും സഹായിച്ചെന്നിരിക്കും. ഞാൻ തന്നോട് കാണിക്കുന്ന അത്ര ഇഷ്ടം തനിക്ക് എന്നോടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് മനസ്സിലായി കാളവാല് പൊക്കി എവിടേക്കാണെന്ന്. ഞാൻ തുറന്നു ചോദിച്ചു, സാർ കല്യാണം കഴിച്ചതല്ലേ, പിന്നെന്തിനാണ് എന്നോട് ഇത്രയും അതിര് കടന്ന് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, കല്യാണം കഴിച്ചെന്ന് വെച്ച് മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾ അടക്കി വയ്ക്കാൻ പറ്റുമോ? തനിക്ക് താല്പര്യമില്ലെങ്കിൽ ഓക്കെ, പക്ഷേ എനിക്കെന്തോ വല്ലാത്ത താല്പര്യം തോന്നുന്നു. അല്ല, ഒത്തിരി പെണ്ണുങ്ങൾ അവിടെ വന്നെന്നല്ലോ സാർ പറഞ്ഞത്, എന്നിട്ട് അവരാരും പറ്റില്ലേ, എന്നോട് മാത്രം എന്താ ഇത്ര അട്രാക്ഷൻ? അപ്പോൾ പുള്ളി പറഞ്ഞു, അതൊക്കെ എങ്ങനെയാണ്, ചിലപ്പോൾ ചിലർ നമ്മളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കും. എനിക്കെന്തോ തന്നെ കണ്ടപ്പോഴാണ് അങ്ങനൊരു ഫീലിംഗ് തോന്നിയത്. ഞാൻ സത്യസന്ധനൊന്നുമല്ല, എങ്കിലും ഉള്ളതുള്ളതുപോലെ പറയും. തന്നെ ഞാൻ ദ്രോഹിക്കാനൊന്നും വരുന്നില്ല. എങ്കിലും എൻ്റെ മനസ്സിലെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴെങ്കിലും എന്നോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അതൊന്ന് കൺസിഡറേഷൻ ചെയ്യണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതപ്പോൾ ചിന്തിക്കാൻ സാറേന്ന്. കാര്യം രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് കേട്ടിട്ടില്ലേ എന്നൊരവസ്ഥയിലായിരുന്നു ഞാൻ. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു, പക്ഷെ അങ്ങോട്ട് പറയാനൊന്നും താല്പര്യമില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്കൊക്കെ ആ ബന്ധം കൊണ്ടുപോയി കഴിഞ്ഞാലും ഒട്ടും നഷ്ടമില്ലാന്ന് തോന്നി. പിന്നെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർ സേഫാണ്, പണക്കാരനാണ്. അപ്പോൾ പണത്തിന് ഗുണവും ഉണ്ടാകും. എൻ്റെ കല്യാണമൊക്കെ ഇനി എപ്പോൾ നടക്കാനാണ്? ഇത്രയും നാൾ സ്വതന്ത്രമായിട്ട് ആരുടെയും കൂടെ ചുറ്റാൻ പറ്റിയിട്ടില്ല. ഈ പുള്ളിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മുതലാളിയല്ലേ, അല്ലെങ്കിൽ സാറല്ലേ, എനിക്ക് എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് പോകാം, കണ്ണടിച്ച് പാല് കുടിക്കുകയും ചെയ്യാം. ഈ കുറിഞ്ഞി പൊച്ചിക്ക് ഇത് നല്ലൊരവസരമാണെന്ന് എനിക്ക് തോന്നി. എങ്കിലും ഞാൻ ആദ്യം നല്ലവൾ ചമഞ്ഞു. അടുത്തില്ല. ക്യാബിനിൽ വിളിച്ച് എന്നോട് തമാശയൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, സാറ് അതിരി കിടക്കുന്നുണ്ട്, ഞാൻ കല്യാണം കഴിക്കാത്തൊരു പെണ്ണാണെന്ന് സാർ ഓർക്കണമെന്ന്. കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾക്ക് എന്താ എന്തെങ്കിലും കൊമ്പുണ്ടോ എന്ന് ചോദിക്കും. കൊമ്പുണ്ടോ വാലുണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് പറയും. പിന്നെ പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രണയാർദ്രമായ
പല വികാരങ്ങളുമുണ്ട്. നീ എന്നോട് ചേർന്നിരിക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു സേഫ് അല്ല, പ്രശ്നങ്ങളുണ്ടാകുമെന്ന്. പുള്ളി പറഞ്ഞു പക്കാ സേഫാണ്, എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല, ഞാൻ നിന്നെ നുള്ളി നോവിപ്പിക്കില്ല, പിന്നെ നാണം കെടുത്തില്ല, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ ഒന്നും ഉണ്ടാകില്ല, പൂർണ്ണ സുരക്ഷിതമായിരിക്കും നമ്മുടെ ബന്ധം, ആരും അറിയില്ല, ഈ ക്യാബിനിൽ ആരും കടന്നു വരികയുമില്ല, 5 തൊട്ട് 6:30 വരെയെങ്കിലും നീ എൻ്റെ കൂടെ ചെലവഴിക്കണം, നമ്മൾ ദൂരെങ്ങും കറങ്ങാൻ പോകുന്നില്ല, ഈ ക്യാബിനാണ് നമ്മുടെ സ്വർഗീയ തലം എന്ന് പറഞ്ഞു. ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആണത്തം, സൗരഭം, ആണിൻ്റെ ഗന്ധം, അത് ഒരു പെണ്ണിന് എങ്ങനെയാണ് മാഡം ഇഷ്ടം അടിമനസ്സിലുള്ളപ്പോൾ ഒഴിവാക്കാൻ പറ്റുക? അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചേർന്ന് നിന്നു. കാറ്റിലാടുന്ന കരിക്കിൻ കുലകൾ അദ്ദേഹം വളമിട്ട് മൂത്ത് വിളഞ്ഞ തേങ്ങയായി മാറ്റി എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരനുഭവമായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ കൂടുതൽ അടുക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ തന്നെ വിശാലമായൊരു സോഫ അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയുള്ള ആ ഒരു മനോഹര നിമിഷങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യമൊക്കെ വേണ്ട സാർ എന്നാണ് പറഞ്ഞത്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേണം 1000 വട്ടം എന്നായിരുന്നു. എങ്കിലും ഇത്തിരി തടസ്സം പറഞ്ഞെങ്കിലേ പെണ്ണിനൊരു വിലയുള്ളൂന്ന് എല്ലാ പെണ്ണുങ്ങൾക്കും ആരും പറഞ്ഞു കൊടുക്കാതെ അറിയാം. ആദ്യമായി എനിക്കുണ്ടായ അനുഭവങ്ങൾ എനിക്കിഷ്ടപ്പെട്ട പുരുഷനിൽ നിന്നാകുമ്പോൾ എൻ്റെ സന്തോഷം എത്രയാണെന്ന് മാഡത്തിന് ഊഹിക്കാമല്ലോ. ആദ്യമുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ വഴിമാറി അവിടെ പുതിയൊരു പാത തെളിഞ്ഞു വന്നു. മനോഹരമായ പാത. ആ പാതയിൽ കൂടിയുള്ള ചലനവേഗങ്ങൾ എനിക്ക് ഒത്തിരി സന്തോഷം നൽകി. എല്ലാ ദിവസവും സ്വർഗത്തിലേക്ക് കടന്നുപോയി തിരിച്ചു വരുന്ന അവസ്ഥയായിരുന്നു ഞാൻ. അദ്ദേഹം എന്നെ സ്നേഹിച്ചു. ഓരോ ദിവസവും സമ്മാനങ്ങൾ തന്നു, പണം തന്നു. എൻ്റെ അക്കൗണ്ടിലേക്ക് നല്ല പണം വരാൻ തുടങ്ങി. സ്നേഹം കൊണ്ട് അദ്ദേഹം എന്നെ വീർപ്പ് മുട്ടിച്ചു. ഞാൻ അദ്ദേഹത്തോട് അലിഞ്ഞു ചേരുകയായിരുന്നു. എല്ലാം കൊണ്ടും സുഖകരമായ ജോലിയും ജീവിതമായിരുന്നു എൻ്റേത്. പക്ഷേ അതിനൊക്കെ തടസ്സമായത് എൻ്റെ അമ്മായിയാണ്, അമ്മാവൻ്റെ ഭാര്യ. അവർ ടൗണിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവർ ഈ സ്ഥാപനം കണ്ടിട്ടുണ്ട്, ഞാൻ അവിടെയാണെന്ന് അറിയുകയും ചെയ്യാം. എന്നോട് അത്ര വലിയ അടുപ്പമൊന്നും അവർക്കില്ല, എങ്കിലും അമ്മയും അച്ഛനുമായിട്ട് അടുപ്പമാണ്. കാരണം എനിക്കവിടെ ആറ്റിറ്റ്യൂഡ് അത്ര ഇഷ്ടമല്ല. ഇത്തിരി ഇളക്കക്കാരിയാണെന്ന് എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്. 2 ഇളക്കക്കാരികൾ ചേർന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണല്ലോ, അതുകൊണ്ടായിരിക്കാം. ഒരു ദിവസം 5 മണിക്ക് സ്റ്റാഫ് എല്ലാം പോയി. സാർ എന്നെ രസോൽപത്തി പഠനത്തിന് വേണ്ടി ക്യാബിനിലേക്ക് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ബാത്റൂമിലേക്കൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നതാണ്. സാർ അവിടെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്യാണ്. ആ സമയത്തുണ്ട് അമ്മായി കയറി വരുന്നു. ഞാൻ അത്ഭുതപ്പെട്ട് പോയി. എന്താ അമ്മായി? ഞാൻ നിൻ്റെ ഓഫീസ് ഒന്ന് കാണാൻ വന്നതാണ്, നിൻ്റെ സാറ് ഇവിടെ ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. ഞാൻ പെട്ടെന്ന് ക്യാബിനിൽ ചെന്നിട്ട് എൻ്റെ അമ്മായി വന്നിട്ടുണ്ട് സാറിനെ കാണാമെന്ന് പറഞ്ഞു. വിളിക്കൂ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വിളിച്ചു. അപ്പോൾ അമ്മായി അങ്ങോട്ട് കയറി ചെന്നു. പുറകെ ഞാനും കയറി ചെന്നു മാഡം. അപ്പോൾ അമ്മായി കണ്ടിട്ട് അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. അമ്മായി ചെന്ന് അങ്ങേരുടെ ഷർട്ടിൻ്റെ കോളനൊക്കെ കുത്തിപ്പിടിച്ചു. എടാ, നീ കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്താൻ തുടങ്ങിയോ? നിനക്ക് ലോകത്ത് എത്ര പെണ്ണുങ്ങളുണ്ട്? എൻ്റെ വീട്ടിലെ പെണ്ണിനെ തന്നെ വേണോ? നിൻ്റെ സ്വഭാവം എനിക്കറിയാമല്ലോ. എൻ്റെ ചെറിയ പ്രായത്തിൽ എന്നെ മയക്കിയെടുത്ത് നീ ഇവിടെ വെച്ച് തന്നെ അല്ലായിരുന്നോടാ എന്ന് ചോദിച്ചിട്ട് ശരിക്കും അങ്ങനെ അടിക്കുകയും പിച്ചുകയും മാന്തുകയൊക്കെ ചെയ്തു. ഞാൻ പിടിച്ചു മാറ്റി കഴിഞ്ഞപ്പോഴേക്കും അമ്മായി പറഞ്ഞു, എടീ, ഇവിടെ 5 മണി കഴിയുമ്പോൾ എന്താ നടക്കാമെന്ന് എനിക്കറിയാം. പണ്ട് തൊട്ടേ ഇവൻ്റെ പ്രധാന കാര്യം ഇതാണ്. ഇവൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാം. അവളാണെങ്കിൽ പണം ഓർത്ത് ഇവൻ്റെ എല്ലാ ചെയ്തികൾക്കും കൂട്ടു നിൽക്കുകയാണ്. ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. 2 വർഷം കഴിയുമ്പോൾ നിന്നെ ഉപേക്ഷിക്കും. ഇവൻ എന്നെ ഉപേക്ഷിച്ചതാണ് മോളെ. നിൻ്റെ മാമനെ കല്യാണം കഴിച്ച ശേഷമാണ് ഇയാളെന്നെ വലയിലാക്കിയത്. 2 വർഷം ഇയാളുടെ വലയിൽ ഞാൻ നിന്നു. അത് കഴിഞ്ഞ് ഇയാൾ എന്നെ പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞ അമ്മായി കരയുകയും ഒക്കെയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ സാറിൻ്റെ തനിനിറം അന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അങ്ങനെ എന്നോട് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല ജോലിയായിട്ട് പോയത്. പക്ഷേ പുള്ളിയുടെ സ്ഥിരം പരിപാടി ഇതാണ്, സ്നേഹം കാണിച്ച്. അതിപ്പോൾ ഭർത്താവുണ്ടോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്താണോ എന്നൊന്നുമില്ല. എന്തായാലും അതോടുകൂടി അമ്മായി പറഞ്ഞു, മേൽ നീ ഓഫീസിലേക്ക് വരരുത്. നീ ഇന്നുകൊണ്ട് ജോലി അവസാനിപ്പിച്ചോണം. ഇനി നിങ്ങൾ 2 പേരും കൂടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മാമിയുടെ കാര്യം മാമൻ അറിഞ്ഞാലോ? അത് ഞാൻ മാമനോട് പറഞ്ഞിട്ടുള്ളതാണ്. മാമൻ അറിയാം ആ കാര്യം. എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ പറ്റ് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നീ എന്നെ ഭീഷണിപ്പെടുത്തുകയൊന്നും വേണ്ട. ഉള്ളതുപോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നീ ഇവിടെ ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാളുമായിട്ട് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല. മാമി പറഞ്ഞാൽ അതുപോലെ കേൾക്കും.
പിന്നെ ഞാൻ ജോലിക്ക് പോയില്ല. അവിടുത്തെ കാലാവധി തീർന്നു എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ കുത്തിയിരുന്നു. മാമി പിന്നെ എൻ്റെ വീട്ടുകാരെ എഴുതി കയറ്റി ഇവളുടെ കല്യാണം നടത്തണം, പെട്ടെന്ന് നടത്തണം. കാര്യം പെണ്ണ് മൂത്ത് വളർന്ന് വീട് പൊളിക്കും എന്നാണ് മാമി പറഞ്ഞത്. എൻ്റെ അമ്മയ്ക്ക് അതൊക്കെ കേൾക്കുമ്പോഴേക്കും വലിയ ടെൻഷനാണ്. എന്താടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോന്ന്? പ്രശ്നം ഉണ്ടാക്കിയില്ല, ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ചില ആലോചനകളൊക്കെ നോക്കുന്നുണ്ട്. അതിൽ ഒത്തത് വന്നു കഴിഞ്ഞാൽ ചേച്ചി സമ്മതിച്ചോണെന്ന് പറഞ്ഞു. അമ്മ അപ്പോഴേ പറഞ്ഞു, നീ കൊണ്ടുവരുന്ന ഏത് ആലോചനയും ഞങ്ങൾക്ക് സമ്മതമാണെന്ന്. പിന്നെ എൻ്റെ അച്ഛൻ്റെ കാര്യം പറയണ്ടല്ലോ, അമ്മ പറഞ്ഞത് കേൾക്കുകയുള്ളൂ. അങ്ങനെയാണ് മാഡം ഒരാലോചന വന്നത്. തരക്കേടില്ലാത്ത ചെക്കൻ, എല്ലാം അമ്മായി കൊണ്ടുവന്നതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് ഗൾഫിലാണ് ജോലി, നല്ല ശമ്പളമുണ്ട്. പിന്നെ വീട്ടിൽ അമ്മായിമ്മ മാത്രമേ ഉള്ളൂ. ഒരു പെങ്ങളുണ്ട്, കെട്ടിച്ചു വിട്ടതാണ്. സുഖം സന്തോഷം. അമ്മായി പിന്നെ അവിടെ ഇല്ല. ഈ അമ്മയും മരുമോളും മാത്രമായിരിക്കും. പുള്ളി ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവിടെ താമസിക്കേണ്ടത്. നല്ലൊരു വീടും പുരയിടും ഒക്കെയുണ്ട്. അതൊക്കെ വീഡിയോ ആയിട്ട് ഫോട്ടോ ആയിട്ട് എന്നെ കാണിച്ചു. അങ്ങനെയാകുമ്പോൾ എനിക്ക് മറുത്തു പറയാൻ ഒന്നുമില്ലല്ലോ. അമ്മായി അതിനു മുമ്പ് എന്നോട് പറഞ്ഞു, എടീ നിൻ്റെ അക്കൗണ്ടിൽ എന്തായാലും 5 ലക്ഷം രൂപയിൽ കൂടുതൽ കാണില്ലേ? അയാൾ പണം വാരി തരുന്നവനാണ്. അതുകൊണ്ട് നിൻ്റെ കല്യാണം നീ തന്നെ കെങ്കമായിട്ട് നടത്ത്, കുഴപ്പമൊന്നുമില്ല. സ്വർണ്ണാഭരണമൊക്കെ നീ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കാതെയാണ് എൻ്റെ കല്യാണവും നടന്നത്. എല്ലാവർക്കും സന്തോഷമായി. ഭർത്താവ് സുന്ദരൻ, പാവം. പക്ഷേ മാഡം, ഹൈവേയിൽ കൂടി സഞ്ചരിച്ച എനിക്ക് വയ്യ മാഡം. ഗ്രാമത്തിലെ വെറും 6 മീറ്ററുള്ള റോഡിൽ കൂടി സഞ്ചരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എക്സ്പ്രസ് ട്രെയിലറുകൾ ചീറിപ്പാഞ്ഞു പോകേണ്ട റോഡിൽ കൂടെ വല്ല മോപ്പടോ സ്കൂട്ടിയോ ഒക്കെ പോയി കഴിഞ്ഞാൽ എന്താ മാഡം തോന്നുക എന്ന് പറഞ്ഞ ഒരവസ്ഥയായിരുന്നു. എങ്കിലും അമ്മായി എന്നോട് ട്രെയിൻ ചെയ്തിരുന്നു. ഭർത്താക്കന്മാർക്ക് ഈ കാര്യങ്ങളൊന്നും ശരിക്കും അറിയുകയില്ല. പിന്നെ നിൻ്റെ മാമനോട് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞത് കള്ളത്തരമാണ്. നിന്നെ അങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. മാമന് ഒന്നും അറിയില്ല. മാമൻ അറിയാതെയാണ് ഞാൻ അയാളുടെ കയ്യിൽ പെട്ടുപോയത്. അതുകൊണ്ട് നീ കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഭർത്താവിനോട് നല്ല സ്നേഹമായിട്ട് പെരുമാറുക, ശാലീന സുന്ദരിയായിട്ടിരിക്കുക. ഇനിയിപ്പോൾ നിനക്ക് മറ്റ് ഫീലിങ്സ് ഒന്നുമില്ലെങ്കിലും എൻ്റെ ചേട്ടാ എനിക്കിഷ്ടമാണ്, ഇത്രയും മതി ചേട്ടാ എന്നൊക്കെ നീ ഇടയ്ക്ക് പറയണം. അതേപോലെ അവൻ വരുമ്പോൾ തന്നെ നീ അങ്ങ് സാറ്റിസ്ഫൈഡ് ആണെന്ന് പെരുമാറുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അമ്മ എന്നോട് പറഞ്ഞു. നിൻ്റെ പഴയ കള്ളക്കാമുകനില്ലേ, അയാളോട് എടുത്ത പോലെയുള്ള ആക്റ്റീവായ കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട. എല്ലാം ഒന്നേന്ന് തുടങ്ങണം. ഒന്നും അറിയാതെ എല്ലാം അറിഞ്ഞവളെന്ന് ഭാവിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ എനിക്കറിയാവുന്ന നിനക്കറിയാവുന്ന നീ എന്നെയും കവച്ച് വെക്കുന്ന ടൈപ്പാണെന്ന് മാമി എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പോയി. 2 മാസം എൻ്റെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഗൾഫിൽ പോവുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മായിയും തമ്മിൽ നല്ല ബന്ധമാണ്, കൂട്ടുകാരെ പോലെയാണ്. അമ്മായിമ്മയ്ക്ക് പ്രായമൊക്കെ ഉണ്ട്, മാമിക്ക് അത്ര പ്രായമൊന്നുമില്ല. എങ്കിലും അവർ വളരെ വലിയ സുഹൃത്തുക്കളെ പോലെയാണ് പെരുമാറുന്നത്. അമ്മായിമ്മയും പണ്ട് ഒരു ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നു, പിന്നീട് നിർത്തിയാണ്. മാമിയുടെ ഓഫീസിൽ പണ്ട് അവർ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നത്രേ. എന്തായാലും എൻ്റെ ഭർത്താവ് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മായി സ്ഥിരം ആ വീട്ടിൽ വരാൻ തുടങ്ങി. ആ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ സന്തോഷത്തോടുകൂടി 3 പേരും കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. ആ സമയത്ത് ഒരു ദിവസം അമ്മായി പറഞ്ഞു, ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവളുടെ കഥ ചേച്ചിയോട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. ഇവള് നമ്മളെക്കാൾ മിടുക്കിയാണ്. കാരണം അന്ന് അയാൾ എൻ്റെ ഭർത്താവ് ഉണ്ടായിട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അയാളുടെ അടുത്തേക്ക് ചാഞ്ഞു പോയി. അയാൾ എന്നോട് നന്നായി നിൽക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ 1-2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറയുന്ന മറ്റു പല ആൾക്കാരുടെ കൂടെയും പോകാൻ അയാൾ എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയാൾ ഡേഞ്ചറസ് ആണെന്ന്. അയാളുടെ ഇഷ്ടം തീർന്നു കഴിയുമ്പോഴേക്കും അയാൾ നമ്മളെ വെച്ച് മറ്റ് പല കുതന്ത്രങ്ങളും മെനയും. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, അമ്മ എന്തിനാണിത് എൻ്റെ അമ്മായിമ്മയോട് പറഞ്ഞത്? അപ്പം അമ്മായിമ്മ പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് ആണുങ്ങൾ. എൻ്റെ പൊന്നുമോളെ, ആണുങ്ങളെ നീ വിശ്വസിക്കരുത്. ഇതൊന്നും നമുക്ക് നല്ല വഴിയല്ല. നമുക്കെന്ന് പറയുമ്പോഴേക്കും അപ്പപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കണം. അത് കഴിയുമ്പോൾ പിന്നെ അങ്ങ് മറക്കണമെന്ന്. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ കണ്ണു മിഴിച്ചിരുന്നു. അപ്പോൾ അമ്മായിയും കൂടെ കണ്ണിൽ നോക്കി നന്നായി ചിരിച്ചു. അപ്പോൾ എനിക്ക് പിന്നെയും ഒന്നും മനസ്സിലാകാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, മോളെ, ഈ ജീവിതമേ ഒരു ഗെമിക്കാണ്. ഞങ്ങൾ 2 പേരും എങ്ങനെയുള്ള സ്ത്രീകളാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഇതുവരെ? എടി, നിന്നേക്കാൾ കൂടുതൽ അനുഭവ സമ്പത്തുള്ള 2 സ്ത്രീകളാണ് ഞങ്ങൾ. ഭർത്താക്കന്മാരുണ്ടായിരുന്നു, കുട്ടികളുണ്ട്, നല്ല ജീവിതം നയിക്കുന്നു. നാട്ടുകാർക്ക് ഞങ്ങളുടെ കാര്യമൊന്നും അറിയില്ല എന്നേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പുകളല്ല ഞങ്ങൾ. ഇപ്പോഴും ഫീൽഡിൽ ആക്റ്റീവാണ്. 2 കാര്യങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഒന്ന് പണം,
ഒന്ന് രസം. ഇത് രണ്ടും ഭർത്താക്കന്മാരിൽ നിന്ന് കിട്ടുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് മോളെ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭർത്താക്കന്മാരും കുടുംബക്കാരും നാട്ടുകാരും ഒന്നും അറിയാതെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് നമ്മൾ പോവുക. പക്ഷേ എന്ന് വെച്ചിട്ട് നിന്റെ സാറിനെ പോലുള്ളവർ അത്ര നല്ലവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കാരോടും ദീർഘകാല ബന്ധമൊന്നും വേണ്ട. നമുക്ക് നല്ല നല്ല ആൾക്കാർക്ക് ഓരോ ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വട്ടം മാത്രം ഒരു ദർശന സൗഭാഗ്യം കൊടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് നടവാതിൽ കൊട്ടിയടയ്ക്കാം. പിന്നെ പുതുതായി വരുന്നവർക്ക് മുമ്പിൽ മാത്രം നമ്മൾ നടകൾ തുറക്കുക. മനസ്സിലായോന്ന്? എനിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. എന്തൊക്കെയോ കുതന്ത്രങ്ങൾ മെനയുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ അമ്മായി പറഞ്ഞു, എടീ, ഞങ്ങൾ രണ്ടുപേരും പണ്ട് സുഹൃത്തുക്കളാണെന്ന് അറിയാമല്ലോ. കുടുംബജീവിതമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എൻജോയ്മെൻറ്റിന് പോകാറുണ്ട്. അത് പണം കൂടെ ഓർത്തിട്ടാണ്. അത് മാത്രമല്ല, ഭർത്താക്കന്മാരെ മാത്രം എങ്ങനെയാണ് സഹിക്കുക? പിന്നെ ഭർത്താക്കന്മാരും അത്ര നല്ലവരൊന്നുമല്ല. ഭാര്യമാരെ മാത്രം സഹിച്ചല്ല അവർ ജീവിക്കുന്നത്. അങ്ങനെ കുറച്ച് പേര് കാണുമായിരിക്കാം. എന്തായാലും നീ ഇപ്പോൾ അവിടെ ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ സാറ് അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീ എത്ര ചതിയനാണെങ്കിലും അങ്ങയുടെ സൗന്ദര്യത്തിലും പണത്തിലും വീണു പോയില്ലേ? നമ്മൾ അങ്ങനെയല്ല. നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ പുതിയ പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുന്നു, പണത്തിനും രസത്തിനും. ഇവിടെ ഇപ്പോൾ നമുക്കതിനുള്ള സാഹചര്യമുണ്ട്. എൻ്റെ മോൻ ഗൾഫിലാണ്. അവൻ വരുമ്പോൾ നല്ല സ്നേഹത്തിൽ നല്ല ഭാര്യയായിട്ടിരിക്കുക. അതിനിടയിലുള്ള ഗ്യാപ്പിൽ നമ്മൾ 3 പേരും ഇവിടെ സന്ധിക്കുന്നു. ഇവിടെയാകുമ്പോൾ ആർക്കും പ്രശ്നമില്ല. ഇവിടെ വരാം, പോകാം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നത് നീയും ഞങ്ങളുടെ കൂടെ ചേരുക. നമ്മൾ 3 പേരും നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കഴിവതും തിരുനട തുറക്കുക. കാണിക്ക് തീർച്ചയായിട്ടും നമുക്ക് വേണം. അതൊക്കെ പിന്നീട് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താം. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ഒരാൾ വരാവൂ. ആ സമയത്ത് മറ്റുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറണം. പിന്നെ വരുന്ന ആളുകളുമായി ഞങ്ങൾ മിങ്കിൾ ചെയ്യില്ല. മോളുടെ കൂടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അയാളുമായിട്ട് യാതൊരു രീതിയിലും മിങ്കിൾ ചെയ്യില്ല. നീ തന്നെ മാനം ചെയ്തോണം. പിന്നെ ഞാനാണെങ്കിൽ അങ്ങനെ, ഇവളാണെങ്കിൽ അങ്ങനെ എന്ന് അമ്മായിയമ്മ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അല്ല, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ്, എവിടുന്നാണ്? അപ്പോൾ പറഞ്ഞു, അതൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തുക. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയോ എന്താണെന്ന് വെച്ചാലും ഒരു പ്രശ്നവുമില്ല. പണം തരുന്നവരെ, സേഫായിട്ടുള്ള ആൾക്കാരെ മാത്രം നമ്മളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുക. ഇവിടെയാണ് സംഗമസ്ഥാനം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ ഒത്തിരി താല്പര്യങ്ങളില്ല. നല്ല ഒരാൾ ദീർഘകാലം പണം തരുന്ന ഒരാളാണെങ്കിൽ ഓക്കെ എന്ന്. അപ്പോൾ അമ്മായിയും അമ്മാമ്മയും കൂടെ ഇങ്ങനെ നോക്കി. എന്തായാലും നിന്നോട് ഞങ്ങൾ പറഞ്ഞത് നീ അനുസരിച്ചാൽ കൊള്ളാം. ഇനി അതല്ല, ആരുടെങ്കിലും പ്രേമമായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിൻ്റെ കുടുംബജീവിതം കൂടെ തകർന്നു പോകും. പുതിയ പുതിയ ആൾക്കാരാണ് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല. നല്ല ഹൃദയബന്ധം വേണമെന്ന്. ഇതിന് ഹൃദയബന്ധമല്ല മോളെ വേണ്ടത് എന്ന് പറഞ്ഞ് അമ്മായിമ്മ ഒരാംഗ്യം കാണിച്ചു. അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇവരൊക്കെ പണ്ട് കാലത്തെ 10 പൂരത്തിൻ്റെ വെടിക്കെട്ട് കണ്ടവരാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അമ്മായി പണ്ടേ ഇടക്കക്കാരിയാണെന്ന് എനിക്കറിയാം. എന്തായാലും 3 പേരും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പണ്ടുള്ളവർ പറയും. പക്ഷേ ഇവിടെ ഇതുവരെയും പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മായിയാണ് ആദ്യമായി ഒരു അതിഥിയെ കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് അയാളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കരാർ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോ എക്സ്ചേഞ്ച് എന്നാണ്. പക്ഷേ അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി എന്തോ ഉണ്ടെന്ന്. അത് ഞാൻ എൻ്റെ ആൻറ്റിയോട് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്കത് തിരിച്ചറിഞ്ഞത്. കാരണം എൻ്റെ ചില ഉൾക്കാഴ്ചകൾ കറക്റ്റാണ്. ആണുങ്ങളെ അസസ് ചെയ്യാൻ ഞാൻ മിടുക്കിയാണ്. എന്തെങ്കിലും പാങ്ങുള്ളവരാണെങ്കിൽ ഞാൻ പെട്ടെന്ന് കണ്ടെത്തും. അങ്ങനെ ആ ഒരു ആദ്യം കൊണ്ടുവന്ന ആൾ എനിക്കും തോഴനായി മാറി. പക്ഷേ അയാൾക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായി. എനിക്ക് വേണ്ടി അയാൾ കാശ് വാരിയെറിഞ്ഞു. അതിൻ്റെ ഒരു വിഹിതം ഞാൻ അമ്മായിമ്മയ്ക്കും അതേപോലെ തന്നെ അമ്മായിക്കും കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും 2 പേർക്ക് സന്തോഷമായി. അമ്മായി പറഞ്ഞു, നിൻ്റെ ഐഡിയയും ഏകദേശം വർക്കൗട്ടാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ഏകദേശം 4 ആളുകളുമായിട്ട് ബന്ധമുണ്ട്. 4 പേരും പണം വാരിക്കോരി ചൊരിയുന്നവരും 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവരുമാണ്. അവർ 4 പേരും എന്നോട് ഒത്തിരി ഇഷ്ടമാണ് മാഡം. ആ 4 പേരിൽ തന്നെ ഞാൻ ഒതുങ്ങി നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ അമ്മായിയും പിന്നെ അമ്മായിമ്മയും അവർക്കങ്ങനെ ഒതുക്കൊന്നുമില്ല. എൻ്റെ അത്ര ഡിമാൻഡ് എന്തായാലും അവർക്കില്ലല്ലോ. എങ്കിലും അവർ പുതിയ പുതിയ സംഗമരാഗങ്ങൾ എപ്പോഴും മൂളുന്നുണ്ട്. അവർക്കൊരിക്കലും ഒരാളിലും ഇങ്ങനെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അതിന് കാരണം അവർക്ക് മുൻപുണ്ടായിട്ടുള്ള ആ ഒരു അനുഭവങ്ങളാണ്. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടുത്ത മാസം വരാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് മാഡം. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നല്ല കറുപ്പ് രാശി പടർന്നിട്ടുണ്ട്. ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രശ്നമില്ലായിരുന്നാണ്. പക്ഷേ ഇപ്പോൾ 4 പേരായി കഴിഞ്ഞപ്പോഴേക്കും ആകെ കൂടി കറുപ്പ് രാശി കലർന്ന് വല്ലാത്ത ഒരവസ്ഥയിലാണ്. രൂപമാറ്റങ്ങൾ സംഭവിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. ഹസ്ബൻഡ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്ക് പേടിയുണ്ട്. അമ്മായിയോട് പറഞ്ഞപ്പോൾ അമ്മായി പറഞ്ഞു, ഓ ആ പൊട്ടൻ അതൊന്നും ശ്രദ്ധിക്കില്ലെന്ന്. എന്നാലും പുരുഷന്മാരല്ലേ മാഡം, എനിക്ക് നല്ല പേടിയുണ്ട്. എങ്ങനെയാണ് കറുത്ത പാടുകളും കറുത്ത നിറമൊക്കെ മാറ്റിയെടുക്കുക, പുതുമ കൊണ്ടുവരിക? ഞാൻ ഒരു സ്കിൻ ഡോക്ടറാണോ കണ്ടത് അതോ ഗൈനക്കോളജിസ്റ്റാണോ കണ്ടത്? എനിക്ക് ശരിക്കും ഒരു ഐഡിയ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിരന്തരമായി കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ എന്തായാലും മനുഷ്യർക്ക് മാറ്റങ്ങളുണ്ടാകും. ഏത് ഭാഗമാണെങ്കിലും അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിലിപ്പോൾ ഭർത്താവ് തിരിച്ചറിഞ്ഞെന്ന് വരാം, ഇല്ലെന്ന് വരാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെ പറഞ്ഞു നിൽക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ അഭിനയിക്കുക, ഭാവിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അമ്മായിമ്മയ്ക്ക് അറിയാലോ മകന് കുഴപ്പമൊന്നുമില്ലെന്ന്. എന്തായാലും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, ത്വക്ക് രോഗങ്ങൾ വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എങ്ങനെയാണ് ഇത്രയും കറുപ്പായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്കിൻ ഡോക്ടർ, അതും കോസ്മെറ്റോളജി ക്ലിനിക്കുകളൊക്കെ ഇല്ലേ, അവിടെ ഇരിക്കുന്ന സ്കിൻ ഡോക്ടർ ഒന്ന് കാണിക്കുക. ഒന്ന് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ കറുത്ത പാടുകൾ മാറ്റാനുള്ള മരുന്നുകളും മറ്റും അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മാത്രം ഉപയോഗിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെടുത്ത്, അല്ലാതെ മറ്റ് പ്രൊസീജിയേഴ്സ് കൊണ്ടിട്ട് ലേസർ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, മറ്റ് ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്, ബ്ലീച്ചുകളും ഒക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം അത്തരം കോസ്മെറ്റിക് ക്ലിനിക്കുകളിൽ ഡോക്ടറുടെ മേൽനോട്ടം അനുസരിച്ച് മാത്രം ചെയ്യുക കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ചെറിയ ക്രീമൊക്കെ ഇങ്ങനെ പരസ്യത്തിൽ കാണുന്നതൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം കിട്ടില്ല, മാസങ്ങളെടുക്കും. അപ്പോൾ പെട്ടെന്നുള്ള ഫലത്തിന് വേണ്ടിയിട്ട് അതിന് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റുകളും മറ്റ് ബ്ലീച്ചുകളും ലേസറും ഒക്കെ പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറുടെ അണ്ടറിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നോക്കുക. തൽക്കാലം ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ മാത്രം പ്രശ്നങ്ങളൊന്നുമില്ല. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ പരിഹരിക്കാം. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടാലും ക്രീമുകളൊക്കെ സജസ്റ്റ് ചെയ്യും. എങ്കിലും കൂടുതൽ സ്കിൻ പ്രശ്നങ്ങളായതുകൊണ്ട് ഒരു സ്കിൻ ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ.